ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയെ ഭക്തിയോടെ ആരാധിക്കുന്ന അനേകം വിശ്വാസികൾക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് തൈപ്പൂയം. തമിഴ് കലണ്ടറിലെ തൈമാസത്തിലെ പൂയം നാളും മലയാള മാസത്തിലെ പൂയം നാളുമാണ് തൈപ്പൂയമായിട്ട് ആഘോഷിച്ചു വരുന്നത്. മഹാദേവന്റെ പുത്രൻ, വിഘ്നവിനായകന്റെ സഹോദരൻ, ഭഗവാൻ നാരായണന്റെ അനന്തരൻ എന്നിങ്ങനെയുള്ള നിലയിൽ കലിയുഗ വരദനായി തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നതിനായും സംരക്ഷിക്കുന്നതിനുമായിട്ട് അവതരിച്ചതാണ് ശ്രീമുരുകൻ. സംരക്ഷകനായ മുകുന്ദന്റെ മൂ എന്ന അക്ഷരവും സംഹാരകനായ രുദ്രന്റെ രു എന്ന ആദ്യാക്ഷരവും സൃഷ്ടികർത്താവായ കമലൻ എന്ന ബ്രഹ്മാവിന്റെ കായ് എന്ന അക്ഷരവും ചേർന്ന് മുരുകൻ എന്ന സുന്ദരനാമം ഉള്ളവനായി തീർന്നു. തൻ്റെ മുദ്രകളായി മയിൽ, വേൽ, കുക്കുടം എന്നീ ധരിക്കുന്ന വേദങ്ങളുടെയും മന്ത്രങ്ങളുടെയും സംരക്ഷകനായി മുരുകൻ വിളങ്ങുന്നു. ഇച്ഛാശക്തി, ക്രിയാശക്തി എന്നീ രണ്ട് ശക്തിവിശേഷങ്ങൾ വള്ളി, ദേവസേന എന്നീ രണ്ടു ഭാര്യമാരി വിളങ്ങുന്നു. സ്കന്ദപുരാണം കേൾക്കുന്നതും പാരായണം ചെയ്യുന്നതും സകല പാപങ്ങളും നീക്കുകയും ഐശ്വര്യം പ്രശസ്തിയും നൽകുകയും ചെയ്യുന്നു എന്ന് പുരാണങ്ങൾ പറയുന്നു. 6 മുഖങ്ങളിൽ 1 ജ്ഞാനപ്രകാശമായും 2 ആഗ്രഹസാബല്യത്തിനായി 3 ശക്തിയായി, അതായത് ആചാരാനുഷ്ഠങ്ങൾക്ക് ശക്തി പകരുന്ന ധർമ്മമായും 4 ആന്തരിക രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന മുഖമായും 5 സപ്തരെ സംരക്ഷിക്കുന്നവനായും 6 സ്നേഹവും സന്തോഷവും പ്രദാനം ചെയ്യുന്നവനായി വിളങ്ങുന്നു. തിന്മയുടെയും വേലുള്ള ജയമായി തൈപ്പൂയം ഭക്തജനങ്ങൾ ആഘോഷിക്കുന്നു. തായ് മാസത്തിലെ പൗർണമി ദിനമായ പൂയം നാളിലാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത്. ദേവന്മാരെയും മാനവന്മാരെയും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന താരകാസുരനെയും സിംഹമുഖനെയും വധിച്ച ദിവസമാണ് തൈപ്പൂയമായി നമ്മൾ ആഘോഷിച്ചു വരുന്നത്. ദുഷ്ടശക്തികളെ നശിപ്പിച്ച ദിവസമായതിനാൽ പ്രതിബന്ധങ്ങളെയും കഷ്ടപ്പാടുകളെയും തരണം ചെയ്യാനായി വ്രതമെടുത്ത് കാവടി ഏന്തി നാമങ്ങൾ ഉരുവിട്ടും പൂജ നടത്തിയും ഭക്തജനങ്ങൾ തൈപ്പൂജം ആചരിക്കുന്നു. ഈ 2025 ഫെബ്രുവരി 10 ഒരിക്കലൂണായി നമുക്ക് വ്രതം ആരംഭിച്ച് എടുക്കാവുന്നതാണ്. ഫെബ്രുവരി 10 വൈകിട്ട് 6:01 പൂയം നക്ഷത്രം ആരംഭിച്ച് ഫെബ്രുവരി 11 വൈകിട്ട് 6:35 അവസാനിക്കുന്നു. തൈപ്പൂയം ഈ വർഷം വരുന്നത് ചൊവ്വാഴ്ച ദിനമാണ്. ചൊവ്വാഴ്ച മുരുകന് ഏറെ വിശേഷപ്പെട്ട ദിനമാണ്. തൈപ്പൂയം കൂടി ചേർന്ന് വരുന്ന ഈ ദിവസം വളരെ പുണ്യം നിറഞ്ഞതാണ്. പറ്റുന്നവർ പൂർണ്ണ ഉപവാസമായി വ്രതം എടുത്ത്, അല്ലാത്തവർ പഴങ്ങളോ ഇളനീരോ പച്ചക്കറികളോ ഒക്കെ കഴിച്ച് വ്രതം എടുക്കാവുന്നതാണ്. മഞ്ഞ, ഓറഞ്ച് എന്നീ നിറങ്ങളിലുള്ള പഴങ്ങളും പലഹാരങ്ങളൊക്കെയാണ് കൂടുതൽ ഭക്തർ കഴിക്കാറുള്ളത്. പഞ്ചാമൃതം ഉണ്ടാക്കി നേദിക്കുന്നത് മുരുകന് വളരെ ഇഷ്ടപ്പെട്ട നേദ്യങ്ങളിലൊന്നാണ്. വ്രതം എടുക്കുന്ന ഭക്തർ ഭഗവാൻ ഇഷ്ടപ്പെട്ട മഞ്ഞ, ഓറഞ്ച് വസ്ത്രം ധരിക്കുന്നതിലും നല്ലതാണ്. ഭക്ഷണം ദാനം ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമാണ്. തൈപ്പൂയം കാവടി എടുക്കുന്നത് വലിയൊരു വഴിപാടാണ്. ഭക്തജനങ്ങൾ തങ്ങളുടെ ദുരിതങ്ങൾ മാറാനായി വ്രതം എടുത്ത് അനുഷ്ഠിക്കാറുണ്ട്. കഠിനമായ 41 ദിവസത്തെ വ്രതത്തിന് ശേഷം നടത്തുന്ന കാവടിയാട്ടം വളരെ വിശിഷ്ടമായ വ്രതമാണ്. ഇങ്ങനെ അനുഷ്ഠിച്ച് കാവടിയാടുന്ന ഭക്തർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുമെന്ന് വിശ്വാസം. ദുഷ്ടശക്തികളെ നശിപ്പിച്ച ദിവസമായതിനാൽ പ്രതിബന്ധങ്ങളെയും കഷ്ടപ്പാടുകളെയും തരണം ചെയ്യാനായി വ്രതമെടുത്ത് കാവടി ഏന്തിയും നാമങ്ങൾ ഉരുവിട്ടും പൂജ നടത്തിയും ഭക്തജനങ്ങൾ തൈപ്പൂയം ആഘോഷിക്കുന്നു. വെറുപ്പ്, അത്യാഗ്രഹം, അഹങ്കാരം എന്നിങ്ങനെയുള്ള ദുഷിച്ച ചിന്തകളെ പ്രതികരിക്കുന്ന ശൂരപത്മൻ, സിംഹമുഖൻ, താരകാസുരൻ എന്നീ ദുഷ്ടന്മാരെ നശിപ്പിക്കാനായി തൻ്റെ മാതാവിൽ നിന്നും ജ്ഞാനവും ശക്തിയുമായ വേൽ സ്വീകരിക്കുകയും ദുഷ്ടന്മാരെ വധിക്കുകയും ചെയ്യുന്നതിൻ്റെ ആഘോഷമായിട്ടാണ് നമ്മൾ തൈപ്പൂയം ആഘോഷിച്ചു വരുന്നത്. വ്രതം എടുക്കുന്നത് 21 ദിവസം വ്രതമായിട്ട് എടുക്കാം, 41 ദിവസത്തെ വ്രതം എടുക്കാം. നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് വ്രതം എടുക്കാം കേട്ടോ. നമുക്ക് മാംസാഹാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ നമുക്ക് നൊയമ്പ് എടുക്കാം. അപ്പോൾ 21 ദിവസം നമുക്ക് നൊയമ്പ് എടുക്കണം എന്നുള്ളവർ 20 ദിവസം നമ്മൾ മാംസാഹാരങ്ങൾ ഒഴിവാക്കിയിട്ട് 2 നേരം വിളക്ക് കത്തിച്ച് നമ്മൾ മുരുകൻ നാമങ്ങളെല്ലാം ചൊല്ലിയിട്ട് 21ാമത്തെ ദിവസം മാത്രം നമുക്ക് കഠിനവ്രതം എടുക്കാം. അന്ന് നമ്മൾ എല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് പൂർണ്ണ ഉപവാസത്തിൽ നമുക്ക് എടുക്കാം. ലഘുഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാം. നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ച് മുരുകനോട് പ്രാർത്ഥിച്ച് 21 ദിവസം മുരുകനെ നാമമൊക്കെ ജപിച്ച് നമ്മുടെ മുരുകന് വേണ്ട നേദ്യങ്ങൾ നേദിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ചൊവ്വാഴ്ച മുരുക ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ്. അന്ന് വ്രതം എടുത്ത് പൂജ ചെയ്യുന്നത് കൊണ്ട് രോഗാദി ദോഷങ്ങൾ, ദുരിതങ്ങളെല്ലാം മാറി, കടങ്ങളും എല്ലാം മാറി സർവ്വ ഐശ്വര്യങ്ങളും ആരോഗ്യവും ഉണ്ടാവുമെന്ന് പറയുന്നു. വ്രതം എടുക്കുന്ന ഭക്തർ ഭഗവാന് ഇഷ്ടപ്പെട്ട മഞ്ഞ വസ്ത്രമൊക്കെ ധരിക്കുക, ഭക്ഷണം ദാനം ചെയ്യുക. തൈപ്പൂയം കാവടി എടുക്കുന്നത് വലിയൊരു വഴിപാടാണ് കേട്ടോ. അപ്പം നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ മാറാൻ വേണ്ടി ഭക്തജനങ്ങൾ തങ്ങളുടെ ദുരിതങ്ങളൊക്കെ മാറ്റി തരാൻ വേണ്ടി മുരുകനോട് പ്രാർത്ഥിച്ച് വ്രതം എടുത്ത് കാവടിയാടുന്നത് ഈ തൈപ്പൂയ ദിനമാണ്. അപ്പം എല്ലാവരും പറ്റുന്നവർ തൈപ്പൂയ വ്രതം എടുത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ ദുരിതങ്ങളും ദോഷങ്ങളെല്ലാം മാറി ഭഗവാനോട് പ്രാർത്ഥിക്കുക.